അതേ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ആരാ? വീണ്ടും എന്റെ ചെറുപ്പക്കാരാ ഒരിക്കലൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാ. അർരിജാൽ, അതേ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അതേ ഭാര്യയുടെ ഉത്തരവാദിത്വം സന്തോഷത്തോടുകൂടി സ്വന്തമായി ഏറ്റെടുക്കുന്നവനാണ് ആൺകുട്ടി. അതല്ലാതെ ഭാര്യയുടെ ചെലവിൽ കഴിയുന്നവൻ ആൺകുട്ടിയല്ലടാ. ഭാര്യയുടെ ഉപ്പാന്റെ പണം കൊണ്ട് സുഖിക്കുന്നവൻ ആൺകുട്ടിയല്ലടാ. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമായി പറയുകയാ, സ്വന്തം അധ്വാനത്തിൽ ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്നവനാരാ? സ്വന്തം ചോരനീരാക്കി ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്നവനാരാ? അവനാ യഥാർത്ഥ ആൺകുട്ടി എന്ന് പറയുന്നത്. അവനാണടാ ആണത്തമുള്ളവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവസമൂഹമേ, ഒരു സ്വസ്ഥമായ കുടുംബജീവിതം നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നിന്റെ ഭാര്യയായി കടന്നു വരുന്ന നിന്റെ ഇണയായ പെൺകുട്ടിയുണ്ടല്ലോ, അവളുമായി സുന്ദരമായ മധുരകരമായ ഒരു ജീവിതം നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ സമ്പത്തിന്റെ പിന്നാലെ പരക്കമ്പായല്ലേ ചെറുപ്പക്കാരാ? സൗന്ദര്യത്തിന്റെ പിന്നാലെ പരക്കമ്പായല്ലേ ചെറുപ്പക്കാരാ? റോഡരികിൽ വെച്ച് കണ്ട പരിചയത്തിൽ പൊന്നുമോനെ വിവാഹം നടത്തപ്പെടല്ലേ? ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയത്തിന്റെ പേരിൽ ഗാനമേള കേൾക്കാൻ പോയപ്പോൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ചുരിദാറുമിട്ട് ഗാനമേള കേൾക്കാൻ വന്ന സുന്ദരിയായ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് നീ ഒരിക്കലും അവളെ നിന്റെ ഭാര്യയാക്കാൻ ശ്രമിക്കല്ലേ. എങ്ങുമെത്താത്ത യൂണിഫോമും ഇട്ട് സ്കൂളിലേക്ക് പോയ +2കാരിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ സൗന്ദര്യം കണ്ട് അവളെ നീ നിന്റെ ഭാര്യയാക്കാൻ ശ്രമിക്കല്ലേ. സ്വസ്ഥമായ ജീവിതം നിനക്ക് വേണമോ പൊന്നുമോനെ? മധുരകരമായ നിമിഷങ്ങൾ നിനക്ക് വേണമോ പൊന്നുമോനെ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നീ സൂക്ഷിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, ലാ തൻകിഹുൻ നിസാ ലിഹുസ്നിഹിന്ന, ലാ തൻകിഹുൻ നിസാ ലിഹുസ്നിഹിന്ന. ഈ ചെറുപ്പക്കാരെ, സൗന്ദര്യത്തെ മാത്രം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ. തൊലിവെളുപ്പുള്ള പെണ്ണാണോ? മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയ പെണ്ണാണോ? കല്യാണമൊക്കെ കഴിഞ്ഞ് ബോഡി ടൈറ്റ് ഫിറ്റ് ചുരിദാറും ഇട്ട് കൊടുത്തിട്ട് തന്റെ ബൈക്കിന്റെ പിന്നിൽ രണ്ടു വശത്തേക്കും കാലുകളും തൂക്കിയിട്ടിട്ട് നാണമില്ലാതെ തന്റെ ബൈക്കിന്റെ പിന്നിലിറക്കിയിട്ട് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലൂടെ ഒരു തൊലി വെളുത്ത ചരക്കിനെ പോലെ കൊണ്ട് നടക്കാൻ, ലാ തൻകിഹുൻ നിസാ ലിഹുസ്നിഹിന്ന, സൗന്ദര്യത്തെ മാത്രം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ ചെറുപ്പക്കാരെ. വലാ തൻകിഹൂഹുന്ന അലാ അംവാലിഹിന്ന, സമ്പത്തിനെ മാത്രം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ. പെണ്ണിന്റെ ഉപ്പാന്റെ ബാങ്ക് ബാലൻസ് നോക്കി കല്യാണം കഴിക്കല്ലേ ചെറുപ്പക്കാരാ. അമ്പരചുംബിയായ കൊട്ടാര സമാനമായ രമ്യഹർമ്മങ്ങളെ നോക്കി കല്യാണം കഴിക്കല്ലേ ചെറുപ്പക്കാരാ. ചെറുപ്പക്കാരാ, നിനക്ക് മാറ്റമുണ്ടാകട്ടെ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അങ്ങനെ സമ്പത്തിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിച്ചാൽ ആ സമ്പത്ത് കാരണം നാളെ നിന്റെ ഭാര്യ അഹങ്കാരിയായി മാറുമടാ. അവള് നിന്നെ ധിക്കരിക്കുന്നവളായി മാറുമടാ. അവള് നിന്നോട് അനുസരണക്കേട് കാട്ടുന്നവളായി മാറുമടാ. അതുകൊണ്ട് വലാ തൻകിഹൂഹുന്ന അലാ അംവാലിഹിന്ന, സമ്പത്തിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കല്ലേ. പിന്നെയോ പൊന്നുമക്കളെ, പ്രധാനപ്പെട്ട മാനദണ്ഡമേതാ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നു, ഫൻകിഹൂഹുന്ന അലദ്ദീൻ, ദീനിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കടാ. നിസ്കാരമുള്ള പെണ്ണാണോ? ഖുർആൻ ഓതുന്ന പെണ്ണാണോ? സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണാണോ? ദിക്റ് ചൊല്ലുന്ന പെണ്ണാണോ? പർദയുള്ള പെണ്ണാണോ? എന്റെ ഉമ്മയും ഉപ്പയും ശുശ്രൂഷിക്കാൻ പറ്റുന്ന പെണ്ണാണോ? എന്നെ അനുസരിക്കുന്ന പെണ്ണാണോ? ഫൻകിഹൂഹുന്ന അലദ്ദീൻ, ദീനിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കടാ. ദീനിനെ മാനദണ്ഡമാക്കി നിന്റെ ഇണയെ നീ തെരഞ്ഞെടുത്തുകൊള്ളടാ. ഫലഅമതുൻ സൗദാഉ ഖർമാ, നീ നിന്റെ ഇണയായി തിരഞ്ഞെടുക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് ചോർന്നരിക്കുന്ന ചച്ചക്കൂരയിൽ അടിമയെ പോലെ കഴിയുന്ന പെണ്ണായാലും അവളുടെ സൗന്ദര്യമെല്ലാം പോയിട്ട് തൊലിയെല്ലാം കറുകറുത്ത്
വേർതിരിക്കുന്ന പെണ്ണായാലും അവളിൽ ദീനെന്ന സൗന്ദര്യമുണ്ടോ, അവളിൽ ദീനെന്ന സൗരഭ്യമുണ്ടോ, അവളിൽ സൽസ്വഭാവമെന്ന സമ്പാദ്യമുണ്ടോ, അവളാണടാ നിന്റെ കുടുംബ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യയായ പെണ്ണ്. അങ്ങനെയുള്ള പെണ്ണിനെയാണ് നിന്റെ ജീവിതത്തിന് വേണ്ടി നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മഹാനായ ലോകത്തിന്റെ വസന്തമേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. സമ്പത്താകണ്ട നമ്മുടെ മാനദണ്ഡം.